ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻലി ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള പേഷ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻലി ചെയ്യുന്നത്. ഈ വീഡിയോൻ്റെ മുന്നായിട്ട് ഞാൻ പറയാം, അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പല ആൾക്കാർക്കും ഒരു തോന്നലെങ്കിലും വരും. കാരണം ഒരു ലേഡി ഡോക്ടറാണ്, എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ടോപ്പിക് എടുക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത വരാമായിരിക്കാം കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാം, ഇതൊരിക്കലും നമ്മൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ല. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇതിനെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് ഒന്നും ആരും ചിന്തിക്കാതിരിക്കുക. അത് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളൂ. പിന്നെ ഇത് മെയിൻലി ഞാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള കേസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. സോ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയംഭോഗം എന്ന് പറയുന്നത് ഇപ്പോൾ പലർക്കും പല ചിന്തകളാണ് അതിനെ പറ്റിയിട്ട്. അതായത് മാസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം എന്ന് പറയുന്നത്. അപ്പം സ്വയംഭോഗം എന്ന് പറയുന്നത് നല്ലതാണോ അതോ ചീത്തയാണോ, നമ്മുടെ ബോഡിക്ക് നല്ലതാണോ അതോ അത് പൊട്ടയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ പറയാം, അതായത് ചില ആൾക്കാർ ഫോൺ അഡിക്ട്സ് ആണ്, അതായത് ബ്ലൂ ഫിലിം കാണുന്നതിനോട് അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ, അതായത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് ഒറിജിനൽ ആയിട്ടുള്ള വേർഷൻ എന്നുള്ളൊരു ഫാൻറ്റസിയാണ് അവർ മനക്കോട്ട കെട്ടാണ് ഇങ്ങനെ ആയിരിക്കും. അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ളവരാണ് ഇങ്ങനെ മനക്കോട്ട കെട്ടും. അപ്പം ഇവർക്ക് കല്യാണത്തിന് ശേഷം വരുമ്പോൾ ഈ ഫാൻറ്റസി അതുപോലെ തന്നെ റിയാലിറ്റിയും വരുമ്പോൾ അവർ സ്വപ്നം കണ്ടത് തന്നെയാണ് റിയൽ ലൈഫിൽ വരിക എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പം അതിൽ ചില ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഈ വീഡിയോസിലൊക്കെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതൊന്നും ഉള്ളതല്ല. നമ്മൾ വീഡിയോസിൽ കാണുന്നത് ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ളത്. അതിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ ശരീരം ആയാലും ബോഡി എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു വിശ്വാസം, ആ ഒരു ചിന്തയിൽ നിന്ന് വിട്ടിട്ട് വേണം ഒരു റിയൽ ലൈഫിലേക്ക് കടക്കാനായിട്ട്. ഇതൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓവർ ആയിട്ട് ഈ ഒരു ഫിലിംസ് കാണുന്നവർ, അതായത് ഈ ബ്ലൂ ഫിലിംസ് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കും. അതായത് ഒരു പാർട്ട്ണർ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് പോലും പറ്റുന്നില്ല. ഇവർക്ക് സ്വയമായിട്ട് ഈ ഒരു മാസ്റ്റർബേഷൻ തന്നെ വേണം. ഈ മാസ്റ്റർബേഷൻ എന്ന് എപ്പോഴും പറയുന്നത്, സ്വയംഭോഗം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ബോഡീനെ സെക്ഷലി അറൗസൽ ചെയ്യുന്നത്, അതായത് അതിനൊരു പ്ലഷർ വരുത്തുന്നത് സ്വയമായിട്ട്, വേറൊരാളുടെ ഹെൽപ്പില്ലാതെ നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ജെനിറ്റൽ പാർട്ടിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു പ്ലഷർ, അതിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മാസ്റ്റർബേഷൻ അഥവാ സ്വയംഭോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അതായത് സ്വയംഭോഗം ചെയ്യുന്നത് ഇവർക്ക് ഭയങ്കര ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവരുടെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും അവർ സ്വയംഭോഗം ചെയ്തിരിക്കുന്ന, ഇങ്ങനെയൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അവരുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് കണ്ടാൽ അറിയാം അവർ സ്വയംഭോഗം ചെയ്യുന്നവരാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ മുടി കൊഴിയുന്നത് സ്വയംഭോഗം കൊണ്ടാണ്, അങ്ങനെയൊക്കെ പലതും പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഇതൊക്കെ റോങ് ആയിട്ടുള്ള സംഭവം. ഇതൊക്കെ മിത്സ് ആണ്. നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു മിത്തായിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. അതായത് വെറും പൊള്ളയായിട്ടുള്ള കാര്യം, ഇതിലൊന്നും കാര്യമില്ല, വാസ്തവമില്ല ഇതിന്. അതായത് ഇങ്ങനെ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുക ചെയ്യാം. ഹാപ്പി ഹോർമോൺസ് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ, എൻ്റെ ഈ ചാനലിൽ തന്നെ ആദ്യമൊക്കെ ലാസ്റ്റിലേക്ക്, അതായത് സെക്കൻഡ് വീഡിയോ എന്ന് തോന്നുന്നു, ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഹാപ്പി ഹോർമോൺസ് എന്താണെന്നുള്ളത്. അതിൻ്റെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. അതാണ് ഹാപ്പി ഹോർമോൺസിനെ പറ്റി പറയുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു പ്ലഷർ ഫീൽ ചെയ്യാനായിട്ട് പറ്റുക ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്വയംഭോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ കല്യാണം വൈകി നീണ്ടു പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് നീണ്ടു പോകുന്ന സമയത്ത് അവർക്ക് ഇതുവരെയായിട്ടും ഒരു സെക്ഷൽ ഒരു മീറ്റ് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു ആകാംക്ഷയായിരിക്കും.
അപ്പൊ ഈ ഒരു ആകാംക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ജെനിറ്റൽ പാർട്സ്, അതായത് അവരുടെ ആ പ്രൈവറ്റ് പാർട്സിലൊക്കെ അവർ തൊട്ട് കളിക്കുന്നതൊക്കെ ചെയ്യുന്ന സമയത്ത് പാരന്റ്സ് എപ്പോഴും പറയുന്ന ഒരു ശീലമുണ്ട്, എന്താ നീ തൊടുന്ന, കൈയെടുക്ക്, അത് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നൊരു ശീലമുണ്ട്. അപ്പൊ അതിനെ കുട്ടികൾക്ക് തുടങ്ങിയിട്ടുണ്ട്, അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്, അതിലെന്തോ ഒരു പശകുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വലുതാകുമ്പോൾ അതിനോട് ക്യൂരിയോസിറ്റി കൂടാണ്, അത് അറിയാനുള്ള ആസക്തി അവർക്ക് കൂടും. അപ്പൊ അവര് കിട്ടുന്നതൊക്കെ മുതലാക്കും. ആ ഒരു യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരുടെ കാര്യമല്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാരുടെയും ചിന്തയാണത്. അപ്പൊ അതറിയണം, അതെന്താണെന്ന് അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി കൂടും. അവിടെയാണ് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് തന്നെ തോന്നും, അതായത് ഇങ്ങനെ ഒരു സെക്ഷൽ ഏർജ് ഉണ്ട്, പ്ലഷർ വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് സ്വയംഭോഗത്തിലേക്ക് പോകുന്നത്. സെക്ഷൽ ഇന്റർകോഴ്സ് ഒന്നും നടക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാരീഡ് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഈ ഒരു ഉറക്കത്തിൽ ഈ ബീജം പുറത്തേക്ക് വരുന്നതായിട്ട് ലിക്വിഡ് പോലെ പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത് കണ്ടിട്ട് ചില ആൾക്കാർ പേടിക്കാറുമുണ്ട്. എന്നാൽ ഇത് ക്വൈറ്റ് നോർമലാണ്. അതായത് കല്യാണത്തിന് മുന്നേ ചില ആൾക്കാർ സ്വയംഭോഗം തീരെ തന്നെ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വരും. അത് നോർമൽ ആയിട്ടുള്ളൊരു കേസാണ്, അതിന് ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട. അപ്പം ഇതാണ് സംഭവം. അപ്പം നമ്മൾ ഈ സ്വയംഭോഗം എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് റോങ് ആയിട്ട് ചിന്തിച്ചു വെച്ചതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇരിക്കുന്നത്. ഇതിന് ഒരു റോങ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ എന്തൊരു കാര്യം അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇതിന്റെ ആസക്തി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തത്തിനെയും നമ്മൾ ചെയ്യുന്ന ജോലിനെയും ഒക്കെ ബാധിക്കാനായിട്ട് കാരണമാവും. അപ്പൊ എല്ലാത്തിനും ഒരു മിതമായ ഒരു രീതിയിൽ കൺട്രോൾഡായിട്ട് പോവുക. എപ്പോഴും മുകളിൽ ഉറക്കത്തിൽ ഇത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഇതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് വരിക. അതല്ലാതെ ഒരു നോർമൽ രീതിയിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്നവരുണ്ട്, പക്ഷെ അങ്ങനത്തെവർക്ക് അങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് എപ്പോഴും ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളവർക്കാണ് ഇതൊരു കോൺസെൻട്രേഷൻ തീരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആൺകുട്ടികളിലാണ് ഈ മാസ്റ്റർബേഷൻ കൂടുതലായിട്ട് കാണുന്നത്. അതായത് 70% ആൺകുട്ടികളിലാണ് മാസ്റ്റർബേഷൻ കൂടുതലായിട്ട് കാണുന്നത്, അതായത് സ്വയംഭോഗം കൂടുതലായിട്ട് കാണുന്നത്. പെൺകുട്ടികൾക്കാവട്ടെ ഒരു 40% ഇത് കാണുന്നുള്ളൂ സ്വയംഭോഗം. അപ്പം ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റും വരുന്നില്ല. പണ്ട് കാലങ്ങളിൽ, അതായത് ചെറിയ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾക്ക് അവരുടെ ഒരു കൗതുകം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴായിട്ട് തൊടുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ, അതായത് ഒരു ഇക്ലിപ്പെടുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് വരും. അപ്പം ഇവർക്ക് ഒരു എന്താ പറയുക, എന്തോ ഒരു ഫീലിംഗ് ഉള്ളതുപോലെ അങ്ങനെ തോന്നിയിട്ട് അതിനോടൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാരൻസ് തടയില്ലേ, ഓവറായിട്ട് ചെയ്യല്ലേ, തൊടല്ലേ, അതെന്താ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടികൾ പിന്നെ പോകെ അതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ അറിയില്ല, ആരും പറഞ്ഞു തരുന്നില്ല. റോങ് ആയിട്ടുള്ളൊരു ധാരണ മാത്രമേ കുട്ടികൾക്കുള്ളൂ. അപ്പം വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടും. പിന്നെ ഇന്നത്തെ കാലത്ത് ഫോണും അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയി. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം ഫുൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നതിന് ശേഷം ഫോൺ യൂസും അതുപോലെ തന്നെ ഈ ഒരു ഗാഡ്ജറ്റ്സിന്റെ യൂസ് കുട്ടികൾക്ക് കൂടി. അതേ പിന്നെ ഈ ഒരു ബ്ലൂ ഫിലിം ആവട്ടെ അല്ലെങ്കിൽ ഈ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികൾ ഓവറായിട്ട് കടന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ ക്ലിനിക്കിലായാലും ഞാൻ കണ്ടിട്ടുള്ള കേസുകളിലും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്ന ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം ഫോൺ യൂസ് ചെയ്യുന്നത് കൂടിയതിൻ്റെ പിന്നാലെയായിട്ട് ഇത് കുറേയധികം കുട്ടികളെ ട്രബിൾ ചെയ്യുന്നതായിട്ടും കുറേ കേസുകൾ. പിന്നെ ചില കേസുകളിൽ ഈ പുരുഷന്മാര് അല്ലെങ്കിൽ ആരാണോ ഫോൺ അഡിക്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഫിലിമിനോട് അഡിക്റ്റ് ആയിട്ടുള്ളവർ, അവർക്ക് അതില്ലാതെ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയായിരിക്കും. അതായത് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫിന് ശേഷം അവരുടെ ആ പാർട്ട്ണറുമായിട്ട് അവർക്ക് ഒരു സെക്ഷൽ റിലേഷൻ മര്യാദയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാതെ അവർക്ക് ആ കാര്യത്തിനോട് അടുക്കുമ്പോൾ അവർക്ക് എപ്പോഴും വീഡിയോ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതുണ്ട്. ആ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും അവനവൻ്റെ കരിയറിനെ ബാധിക്കുന്നതായിട്ടുള്ള തരത്തിൽ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഈ ഒരു ഹാബിറ്റ് കൊണ്ടുവരണമെന്ന് പറയുന്നതും ഒന്ന് കൺട്രോൾ ചെയ്യുക. മറ്റു കാര്യങ്ങളൊന്നും തന്നെ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബീജം എന്ന് പറയുന്നത് പുരുഷന്റെ ടെസ്റ്റസിലാണ് അത് ഫോം ചെയ്യുന്നത്. ടെസ്റ്റസ് ഫോം ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് വരുന്നതായിട്ടുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡാണ് ഇതിന്, അതായത് ഈ ഒരു സ്പേമിന് അല്ലെങ്കിൽ ബീജത്തിന് കൊടുക്കുന്നതായിട്ടുള്ള, അതായത് നിലനിൽപ്പിന് സഹായിക്കുന്നതായിട്ടുള്ള ഫ്രക്ടോസും കാര്യങ്ങളും അത് കൊടുക്കുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു സ്രവം ആണ് നമ്മുടെ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ നിന്ന് വരുന്നത്. ബീജം അങ്ങനെയാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ ഒരിക്കലും ഈ ഒരു ചിന്ത, അതായത് ഇത് തെറ്റായിട്ടുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഇനി ഉണ്ടാവാൻ പാടില്ല. അത് ഈ സ്വയംഭോഗം എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു തരത്തിലും യാതൊരു തരത്തിലും ഹാംഫുൾ അല്ല. അത് ഒരിക്കലും മോശമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. പക്ഷെ അമിതമായാൽ അമൃതും വിഷം, ഇത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് ഇനി ആരും ടെൻഷൻ അടിക്കരുത്. ഇതൊക്കെ നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നതായിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.